വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായാണ്. ഈ കേക്ക് നമ്മൾ ബനാന വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല പഴുത്ത ഒരു ബനാന ഇത് ഞാൻ ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കേക്കായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് പാൽപ്പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് മൂന്നും കൂടി ഒന്ന് അരിച്ചെടുക്കണം. ഈ അരിപ്പയിൽ വെച്ച് 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഞാൻ അളന്ന് വെച്ചതാണ്. 250 കപ്പിൻ്റെ ഒരു കപ്പിൽ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പാൽപ്പൊടിയും ഈ ഉപ്പും ചേർത്തിട്ട് 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല മിക്സായിട്ട് വരും ചെയ്യും. ഇതിലുള്ള കട്ടകളൊക്കെ പോകാൻ അത് സഹായിക്കും. നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കും. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന ഈ കട്ടകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്നിങ്ങനെ ഇതിൽ പോകാൻ പറ്റുന്നതാണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ നമുക്കിതുകൊണ്ട് ഒഴിവാക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കണം. അല്ലെങ്കിൽ ഇത് 2-3 പ്രാവശ്യം നല്ലപോലെ അരിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ. ഇത് നല്ലപോലെ ഈ സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. മിക്സാക്കിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോസ് പാൻ ഒന്ന് ഓയിൽ തടവി വെക്കണം. ഞാൻ ഇതിൽ സൺഫ്ലവർ ഓയിൽ ഒരു ഡ്രോപ്സ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആക്കിയിട്ട്, സൈഡിലൊന്നും ആക്കണ്ട, അടിഭാഗത്ത് മാത്രം ആക്കിയാൽ മതി. ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇങ്ങനെ നാക്കിയിട്ട് ഒന്ന് ബാക്കി വരുന്ന മൈദ ഒന്ന് തട്ടി കൊടുക്കണം. നമുക്ക് ഇത് തട്ടി മാറ്റി ഇത് പുറത്തേക്ക് കളയണം. അപ്പോൾ അങ്ങനെ ഒന്ന് ഈ സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇതൊന്ന് റെഡിയാക്കി ഇങ്ങനെ എടുത്ത് വെക്കണം. അപ്പോൾ ഈ അധികം വരുന്ന മൈദ നമുക്ക് പുറത്തേക്ക് തട്ടിയിട്ട് വരാം. ഇതുപോലെ പാനിൻ്റെ ഉൾവശത്ത് ഒരു ഓയിലിൻ്റെയോ പിന്നെ മൈദയുടെ ഒരു അംശം പോലും പാടില്ല. ഇതുപോലെ ആക്കിയെടുക്കണം പാന്. ഞാൻ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട എഗ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 മുട്ടയാണ് അധികം എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വരാം. ബീറ്റ് ചെയ്ത് ഈ പരുവമാകുമ്പോൾ, ഏകദേശം ഈ പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഇവിടെ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഏകദേശം ഇതിൽ പകുതി പഞ്ചസാര ഈ മുട്ടയിലേക്ക് ഇട്ടിട്ട് പതപ്പിച്ചെടുക്കണം. എന്നിട്ടൊരു ക്രീമി രൂപത്തിൽ ആക്കിയെടുക്കണം, ഈ മുട്ടയും പഞ്ചസാരയും കൂടി ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് പതപ്പിക്കേണ്ടി വരും. ഒരു 5-8 മിനിറ്റ് ഇത് ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒരു ക്രീമി പരുവത്തിലാവുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ വാനില എസൻസ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക. അതല്ല വാനില പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് ചേർക്കുക. ഞാൻ ഇവിടെ വാനില പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനിയും ഒന്നും കൂടി ബീറ്റ് ചെയ്യുക. 1 മിനിറ്റ് വരെ ഇനിയും ബീറ്റ് ചെയ്യുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യുക. ഇതേപോലെ ആവണം. ഇനി നമുക്ക് ഇതിൻ്റെ ബീറ്ററിൻ്റെ ദൂരിയിട്ട് ഒന്ന് കഴുകി ഒന്ന് തുടച്ചിട്ട് വരണം. നമുക്ക് ഇനി ബട്ടർ ബീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ മുട്ടയുടെ അവശിഷ്ടങ്ങളൊന്നും പാടില്ല. ഒന്ന് ക്ലീൻ ചെയ്ത് വരാം. ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ്, അൺസാൾട്ടഡ് ബട്ടറാണ്. ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു 4ൽ 1 ഭാഗം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 50 ഗ്രാം ഉണ്ടാവും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് യൂസ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചിട്ട് വേണം എടുക്കാൻ. തണുത്താൽ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ശരിക്കും കിട്ടില്ല. നല്ല റൂം ടെമ്പറേച്ചറിലാവണം ബട്ടർ. അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം ബീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ
മുട്ടയിലേക്ക് ചേർത്തതിൻ്റെ ബാക്കി പഞ്ചസാര ഉണ്ടല്ലോ, ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതുണ്ടാവും. 3/4 കപ്പ് നമ്മൾ ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ബാക്കിയുള്ളത് ഈ ബട്ടറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. കുറേശ്ശെയായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലവണ്ണം ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഇപ്പോൾ ചേർക്കണ്ട, ഇതിൻ്റെ പകുതി നമുക്ക് ചേർക്കാം ഇതിലേക്ക്. ബാക്കി നമുക്ക് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അയവ് കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം. അപ്പം ഇതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ പഴം ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഈ പഴം കൂടി ചേർക്കാം. ഒരു നേന്ത്രപ്പഴം ഉടച്ച് വെച്ചതാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് ഉടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്നുകൊണ്ട് കറക്കിയെടുത്താലും മതി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി. ബീറ്ററുടെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതേപോലെ സ്പാച്ചില മതി. ഇത് രണ്ടും കൂടി നമുക്ക് യോജിപ്പിക്കാം. ഈ ബട്ടറും ബനാനയും പാലും എല്ലാം കൂടി മിക്സ് ആക്കിയതും ഈ മുട്ടയുടെ കൂട്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ മൈദയും പാൽപ്പൊടിയും ഉപ്പും എല്ലാം കൂടി അരിച്ച് വെച്ചതുണ്ടല്ലോ, അതും കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്തിട്ടില്ല ഇതുവരെ. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, ഞാൻ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. ബേക്കിംഗ് സോഡയും വിനെഗറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1.5 ടീസ്പൂൺ വിനെഗറും കൂടി ഒന്ന് നന്നായിട്ട് കലക്കിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ മൈദ മിക്സും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഈ മൈദ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ ഒന്നിങ്ങോട്ട് ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ മൈദ മിക്സും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മെല്ലെ 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 ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് മെല്ലെ 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 മിക്സ് ആക്കി എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാതും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സാക്കാൻ വളരെ എളുപ്പം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ മുട്ടയും പഞ്ചസാരയും പതപ്പിച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഈ മൈദയുടെ ഫ്ലോർ ഇട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആ ബട്ടറും പഴവും എല്ലാം കൂടി അടിച്ച് മിക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ പഴം ശരിക്കും നന്നായിട്ടാണ് അരിഞ്ഞിട്ടില്ലല്ലോ പഴം, അപ്പോൾ അത് ഇതിൽ കിടക്കുന്നത് കൊണ്ട് ഇത് മിക്സാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം അത് ചേർത്ത് കഴിഞ്ഞു. സാരമില്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ ടൈം മിക്സ് ചെയ്യാൻ എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്തിട്ടെന്ന് മാത്രം. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് മാത്രം റൊട്ടേഷൻ ചെയ്തിട്ട് വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും മൈദ. ഇത് നല്ലൊരു കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മുട്ട ചിലപ്പോൾ ചെറുതും വലുതും ഒക്കെ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പകുതി പാല് ചേർത്തത്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പാലവിടെ വെക്കുക, കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര തിക്കായിട്ടുണ്ടെങ്കിൽ മാത്രം പാല് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ഇത് നമുക്ക് കറക്റ്റ് സ്റ്റേജിൽ തന്നെയാണ് ഈ മാവ്, ഈ ബാറ്റർ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിലൊന്നും ചേർക്കണ്ട. നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ വിനെഗറും ബേക്കിംഗ് സോഡയും ചേർക്കാനുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനെഗറാണ് ചേർത്ത് കൊടുത്തത്. ഇത് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇപ്പം അതൊക്കെ ഒന്ന് അമർന്ന് ശരിക്കൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. ഇത് നല്ല ഒന്ന് പൊങ്ങി വരികയും ചെയ്യും. ഇത് മെല്ലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം.
ഇവിടെ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അടിയിൽ ഞാനൊരു ദോശയുടെ തവി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ പഴയൊരു തവിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാനും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ലപോലെ ചൂടായിട്ടുണ്ടത്. നമുക്കിത് സിമ്മിലേക്ക് മാറ്റിയിട്ട് വേണം ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലൈറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. നല്ല എയർ ടൈറ്റുള്ള മൂടി ആയതുകൊണ്ട് ഇതിൻ്റെ മേലെ വെയിറ്റ് ഒന്നും വെച്ച് കൊടുക്കണ്ട. അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ചിട്ട് നല്ല അടഞ്ഞ് കിടക്കുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. പിന്നെ 35 മിനിറ്റ് മതിയാവും. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലിഡിൻ്റെ ഉള്ളിൽ ഇത് ഗ്ലാസിൻ്റെ ലിഡായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റേജ് എന്താണെന്ന്, പൊങ്ങി വന്നിട്ടുണ്ടോ എന്നൊക്കെ ഏകദേശമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് തുറന്നാൽ മതി. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്തായാലും ഒന്ന് വന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ കേക്ക് ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബേക്കായിട്ടുണ്ട്. നമുക്കിത് നിന്ന് തണുക്കാൻ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത്യാവശ്യം നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ ഈ പാനിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു സ്റ്റീൽ റാക്കിൽ വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ തണുക്കും. ഇങ്ങനെ വെക്കുമ്പോൾ ആവിയൊന്നും പോയിട്ട് ഇതിൻ്റെ അടിഭാഗമൊന്നും ഇതായി പോവില്ല, പൊട്ടിപ്പോവില്ല. പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയാൽ നന്നായിട്ട് ഒട്ടിപ്പോവും സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു സോഫ്റ്റ് കേക്കാണ്. ഇത് നമുക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക്. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്. ഒരു ബേക്കിംഗ് പൗഡറൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് വലിയ പാനായത് കാരണം, സോസ് പാൻ വലിയ വട്ടം കൂടിയ പാനായത് കാരണമാണ് ഞാൻ 6 മുട്ട ചേർത്തത്. ഇതിൽ ചെറിയ സോസ് പാൻ ആണെങ്കിൽ 4 മുട്ട കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ 1 കപ്പ് മൈദ എടുത്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് ചൂടാറിയിട്ട് ഇത് നാളെ കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു ദിവസം വെച്ചിട്ട് കട്ട് ചെയ്യണം നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവർക്കും നന്ദി.